ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അധികം വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. എന്നാൽ വീഡിയോ ഒന്നും എടുക്കാനൊന്നും വയ്യാത്തത് കൊണ്ടും ഒന്നുമില്ല. അപ്പം നമ്മളുള്ളതൊക്കെ അന്നത്തെ ചെറിയ കാര്യങ്ങൾ, പിന്നെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ ഗൈസ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം തിന്നോട്ടെ. അവിടെ പപ്പടം ചുടും, എന്താ കാണിക്കുന്നു നോക്കട്ടെ. പപ്പടം ഇങ്ങനെ ചുട്ട് പപ്പടം പൊരിച്ചു. എന്താണ് ഇന്ന് ഉച്ചയ്ക്കുള്ളതൊക്കെ? എന്താണാവോ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ ചെയ്തിരിക്കണം നോക്കട്ടെ. പിന്നെ ശാരിശിരിക്കുന്നുണ്ടില്ലേ, വിശന്നിട്ടിരിക്കുകയാണ്. സമയങ്ങളായി ഗൈസ്, 2 മണി കഴിഞ്ഞു ഗൈസ്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ എന്താണ് പൂളയുടെ റെഡി ആക്കിയിട്ട് ബീഫ് വാങ്ങിയപ്പോൾ പൂളയും നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫും ഇതാ കണ്ടാ. എവിടെ കാണുന്നു? എന്നെ കാണണ്ടല്ലോ. പിന്നെന്താണ്? പിന്നെ തേങ്ങയരച്ച കറി, ബീഫ് തേങ്ങയരച്ചത്, പപ്പടം, ചോറ്, മാങ്ങ, അച്ചാർ. ഇതൊക്കെയാണ് സ്പെഷ്യൽ ഇന്നേക്ക്. ഇനി വൈകുന്നേരം പൊറോട്ട വാങ്ങിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. വൈകുന്നേരം പൊറോട്ടയ്ക്കുള്ള കറി ഇത് ബീഫിന്, അവിടെ സോറി പൂളയ്ക്ക്. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീന്, പൂളയൊക്കെ. സലാമൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടമല്ല, കഴിക്കും, അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ പൂളയും ബീഫിന്റെ കുറുമി ഉണ്ടല്ലോ, എന്താ രസം. അതെ, കഴിച്ചായിരിക്കില്ല, അറിയുള്ളൂ, കഴിച്ചില്ലല്ലോ. സൂപ്പറായിട്ടുണ്ട്. നീ കഴിച്ചോക്ക്. ഷാരിഷ് കഴിച്ച് നോക്കും, ടേസ്റ്റ്. ഷാരിഷിക്ക് പിന്നെ ഇഷ്ടമാണ്, എന്തായാലും വിശന്നിട്ട് ഇരിക്കുകയാണ്. അത് പൊതുവെ ഇഷ്ടാവും. ഷാരിഷിന് പിന്നെ ബീഫ് ഇതൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി പൊളിക്കും. സലാംക പൂളയും സലാംകൊക്കെ അങ്ങനെയൊന്നും നമ്മളൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ബീഫ്, മീന്, പൂളയൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാറുണ്ട്. കപ്പ കൂട്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സലാമൊക്കെ അത്ര അങ്ങോട്ട് എങ്ങനെയുണ്ട്? മസാല എങ്ങനെയുണ്ട്? മസാല ഒക്കെ നന്നായിട്ടുണ്ട്. വെറൈറ്റി മസാല സ്പെഷ്യൽ. കുരുമുളക് ഫ്രൈ ആണ്, നന്നായി കുരുമുളക് പിടിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ചോറ്, ഇതാ ബീഫ്, പൂള, തേങ്ങ അരച്ച ബീഫ് കറി, മാങ്ങ, പപ്പടം, ചോറ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അത് ചോറും ഈ കറിയും, ബീഫ് കറിയും. ഒക്കെ ഞാൻ അങ്ങോട്ട് വെച്ചുതരാം. അപ്പോൾ ഞാൻ ചോറും ബീഫ് കറി ഒന്ന് കഴിച്ചോട്ടെ. ഇറച്ചി ബീഫ് നന്നായി വെന്തിട്ടുണ്ടെന്ന്. തേങ്ങ അരച്ച് നന്നായിട്ട്. താങ്ക് യു ഗൈസ്. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുക. ആരും പാതിയിലിട്ടൊരു പോടണ്ട, വീഡിയോ ഇങ്ങനെ റീച്ച് ആവണം. എന്താ ഒരു ചോറ് വലിക്കാണ്? ചോറ് വലിക്കുന്നു നോക്ക്. എന്താണ്, നല്ല എരിവാ? പൂളയും ബീഫ് കറി എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചപ്പോ? പറ. അവൻ കഴിച്ചു കഴിഞ്ഞു, എന്നിട്ട് തിരിച്ചു. എന്തോണോ കുട്ടി ആട്ടണ്? ഇത്ര എരിവാ? എങ്ങനെയുണ്ട് സാധനം? ഇവിടെ കടിച്ചു വാരാണ്. ഇത് എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവല്ലേക്ക? ശോഭ സെറ്റ്, ശോഭ ഞാൻ പൊതുക്കി വെച്ചിട്ട് പോയതാണ്. പിന്നെ ഉണ്ടാ മുണ്ടക്കായ
കുട്ടികൾ ഉണ്ടായിരുന്നു, ഇവരൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും മണ്ണും പൊടിയും ആയി. പിന്നെ എന്താ വൃത്തിയാക്കലാണ്. ഇത് വൃത്തിയാക്കി നമ്മുടെ സ്വാതന്ത്ര്യം മോചനം കിട്ടണമെങ്കിൽ എപ്പഴാ മോചനം കിട്ടുക? മോചനങ്ങളൊക്കെ കിട്ടും, അല്ലാഹ് അറിയാം. സാവൻ്റെ ഒക്കെ ശരിയാവുന്നേ. എന്ത് ശരിയാണ്, ഇതൊക്കെ സ്വന്തം വീട് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവര് വേറെ ഭാഗത്ത് പോയ പണിയെടുക്കുമ്പോ ഇപ്പം ഗൾഫുകാരൊക്കെ അവരവൻ്റെ വീട്ടിൽ അവരവൻ്റെ ഡ്രസ്സ് തിരുമ്പണം, ഭക്ഷണം വെക്കണം, വീട് വൃത്തി, ഇതൊക്കെ അവർ തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സാരി വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കലും പിടിക്കലും കഴിഞ്ഞു അല്ലേ. കുട്ടികൾ കളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഇത് ചെറുതായിട്ട്. അപ്പം ഇക്ക ക്ലീനിങ് പാത്രം കയറ്റി വന്നതാ, പാത്രം കയറ്റി വന്നു. പിന്നെ അത് അടിച്ചു വാരുകയാണ്. ഞാനിവിടെ മുണ്ടാണ്ടിരിക്കണം ഗൈസ്. ഉണ്ടാണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇരിക്കണം അല്ലേ. അപ്പം രാത്രിത്തെ സ്പെഷ്യൽ എന്താണ് കാണാൻ പോണത്. അവരൊക്കെ എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വിശന്നിട്ടിരിക്കുകയാണ് എല്ലാവരും. 9:30 ആയിട്ടുണ്ടാവും ടൈം, സമയം. രാവിലത്തെ ബാക്കി അവിടെ കണ്ടില്ല. രാവിലെ ചെറിയൊരു പീസ് ബാക്കി വന്നു, അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബീഫ് കറി, ബീഫ് കറി ഉണ്ട് കുറച്ച്. പിന്നെ ഞാൻ കുരുമുളക് ഇട്ട് ഫ്രൈ ആക്കി വെച്ചതാണ് പൊറോട്ട. ഇത് ഉണ്ടാക്കിയ കാരണമാണ് പൊറോട്ട വാങ്ങിയത്. ഇതിൻ്റെ ഒപ്പം പൊറോട്ട കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പം നമ്മൾ പൂളയും കഴിച്ചു, ഇനിയിപ്പോൾ പൊറോട്ടയും കഴിക്കാൻ പോണ്. പിന്നെ ഇത് പൊറോട്ടൻ്റെ കറി. ചോറ് കുറച്ച് ബാലൻസ് ഉണ്ട്, പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിക്കാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കും. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ തുടർന്ന് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ പോലെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല. വ്ളോഗുകളൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് അത്ര പഴയതുപോലൊന്നും സാധിക്കുന്നില്ല ഗൈസ്. അത് ഭയങ്കര ക്ഷീണമാണ്. അപ്പം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് നോക്കുകയാണ്. അപ്പം നാളെ വീഡിയോസ് കാണാം, വേറൊരു വീഡിയോ ആയിട്ട്.